അത് നീ മറന്നു പോകുന്നുണ്ട്. മഞ്ജരി, ഒരു വട്ടം ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. പ്രോബ്ലം ആരാണെന്നും സൊല്യൂഷൻ ഏത് ഭാഗത്താണെന്നും നിനക്ക് മനസ്സിലാവും. അതെങ്ങനെ? ന്യൂസ് പേപ്പറുകാരോട് മിഥുനേട്ടന്റെയും എന്റെ ചേച്ചിയുടെയും ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞു കൊടുത്തത് നീയാണ് മഞ്ജരി. അതെനിക്കറിയാം. അതിന്റെ പ്രതിഫലമായിട്ടാ എനിക്ക് നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്. ഇതിലെ പാവം എന്റെ ചേച്ചിക്ക് ഒരു കയ്യുമില്ല. മനസാ വാചാ കർമ്മണ എന്റെ ചേച്ചി അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടണം, അല്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടണം. പക്ഷെ എല്ലാത്തിനും കാരണം എന്റെ മേഘനേച്ചിയാണെന്ന് നീ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ ചേച്ചി ഒരു കുറ്റവാളിയായി പിടിച്ചു നിർത്തി. അതിനുള്ളത് ഞാൻ തന്നെ നിനക്ക് തരും, നോക്കിക്കോ. ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ ആട്ടി പുറത്താക്കുന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നിനക്ക് ഇവിടെ സ്ഥാനം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഓർമ്മയിരിക്കട്ടെ നിനക്ക്. ഞാനിപ്പോ സംസാരിച്ചത് മിഥുൻ കേട്ട് കാണുമോ? ഇവനെല്ലാം മനസ്സിലാക്കിയ പിന്നെ എങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കും? ഈശ്വര, ഒന്നും കേട്ടിട്ടുണ്ടാവരുതേ. മഞ്ജരി, അപ്പോ ന്യൂസ് പേപ്പറിൽ നിന്നെക്കുറിച്ച് തെറ്റായ വാർത്ത വന്നത് മേഘന കാരണമല്ല അല്ലേ? നീ കൊടുത്തൊരു കടങ്കഥയ്ക്ക് ചാരു മറ്റൊരു വാലും കൂടെ വെച്ച് കിട്ടിയല്ലേ? നീ അവരെ അറിയിച്ചൊരു മോശം വാർത്തയ്ക്ക് ചാരു അവളുടെ വക ചേരുവകയും കൂടെ ചേർത്തു. നിങ്ങൾ രണ്ടുപേരും കളിച്ച കളിക്കിടയില് ബലിയാടായത് മേഘന. പത്രവാർത്തയ്ക്കും മേഘനയ്ക്കും ഇടയിൽ ഇപ്പൊ ഒരു ബന്ധവും ഇല്ലെന്നറിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം മിഥുന്റെ മനസ്സിലെ മേഘനയോടുണ്ടാവും. വേരുണങ്ങിപ്പോയ ഇവരുടെ പ്രേമം വീണ്ടും തളർക്കാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യണമല്ലോ. ചോദിച്ചത് കേട്ടില്ലേ മഞ്ജരി? പത്രത്തിൽ വന്ന വാർത്തയ്ക്കും മേഘനയ്ക്കും തമ്മിലൊരു ബന്ധമില്ലെന്നല്ലേ നീ പറഞ്ഞത്? എല്ലാവരും ചേർന്ന് മേഘനയെ ഇതിൽ ബലിയാടാക്കായിരുന്നല്ലേ? ഒന്നും അറിയാത്ത ആ പാവത്തിനെ കുറ്റവാളിയാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ കളിക്കുകയായിരുന്നല്ലേ? അയ്യോ മിഥുൻ, നീ ഇത്രയും നിഷ്കളങ്കനായാൽ എങ്ങനെയാ? നിഷ്കളങ്കൻ എന്ന് പറഞ്ഞ ചാരു ആരാ? മേഘനയുടെ അനുജത്തി. ചേച്ചിയോട് കാണിക്കുന്നത് ക്രൂരതകളാണെന്ന് തോന്നിയപ്പോ അവൾ അവളുടെ വായെ തോന്നിയത് പറഞ്ഞോന്ന് കരുതി അത് ഇത്ര വലിയ സീനാക്കേണ്ട കാര്യമുണ്ടോ? ആവേശത്തിൽ പറയുന്നതൊന്നും സത്യാവില്ല. അതൊന്നും കണ്ണടിച്ച് വിശ്വസിക്കരുത്. അതെങ്ങനെ ശരിയാവും മഞ്ജരി? അവൾ അത്ര കോൺഫിഡന്റ് ആയിട്ടല്ലേ പറഞ്ഞത്? നീ ആ പത്രക്കാർക്ക് ന്യൂസ് കൊടുത്തപ്പോ ആ ന്യൂസിന് കുറച്ച് പൊട്ടും പൊടിയും തൊങ്ങലും അവളും ചേർത്തു. ഒന്നുമില്ലാത്തൊരു കാര്യത്തിനാണോ ചാരുതിനെ നേരത്തെ വാൺ ചെയ്തിട്ട് പോകുന്ന കണ്ടേ? ഓഫ് കോഴ്സ്, അവള് പറയുന്നത് നുണയാ. എന്തേ, മേഘന ഒരിക്കലും നുണ പറയാറില്ലേ? അപ്പൊ അവളുടെ അനിയത്തിയല്ലേ? അവളുടെ രണ്ടിരട്ടിയാവും. ഇവർക്കൊക്കെ ഇങ്ങനെ നുണ പറയുന്നതും പറ്റിക്കുന്നതും ഒക്കെ വെറും നിസ്സാര കാര്യല്ല മിഥുൻ. അവളുടെ ചേച്ചി മേഘന മഹാകുതന്ത്രക്കാരിയാണെന്ന് നേരത്തെ തെളിയിച്ചതാ. ഇപ്പതേ അനിയത്തിയും അതേ പാതയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തീയില്ലാതെ പുകയുണ്ടാവില്ല മഞ്ജരി. ചാരു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവാതിരിക്കില്ല. അയ്യോ പാവം പോലെ മുഖവും വെച്ചോണ്ട് തേനിൽ ചാലിച്ച 4 വാക്കു പറയുമ്പോഴേക്കും നമ്മുടെയൊക്കെ മനസ്സലിയോന്ന് അവർക്ക് നല്ലവണ്ണം തന്നെ അറിയാം. അതുപോലെ സമയവും സന്ദർഭവും നോക്കി ഡയലോഗ് അടിക്കാൻ മിടുക്കരവര്. കിട്ടിയ ചാൻസ് മുതലെടുത്ത് എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യാൻ അവര് നോക്കുന്നേ. ചേച്ചിയുടെ അനിയത്തിയുടെ ഒക്കെ സ്വഭാവം ഒരുപോലെ തന്നെയാ. നീ വെറുതെ അതൊന്നും മനസ്സിലിട്ട് കുഴയ്ക്കാതെ എന്തിനാ വേണ്ടാത്ത ടെൻഷൻ എടുത്ത് തലയിൽ വെക്കുന്നേ? എന്നാ പിന്നെ ഞാനത് നേരിട്ട് ചാരുവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മിഥുൻ, ഒരു മിനിറ്റ്. മിഥുൻ അറിയാലോ, അരുണിമാന്റെ ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാ കിടക്കുന്നേ. മാത്രമല്ല
ഈ നിശ്ചയം എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ നടത്തണം എന്നുള്ളതും അരുണിമാന്റിയുടെ മോഹം. ഇങ്ങനൊരു സന്ദർഭത്തിൽ നീ ഇങ്ങനെ വേണ്ടാത്ത പ്രശ്നങ്ങളുടെ പുറകെ പോവാൻ തുടങ്ങിയ ആന്റിക്കല്ലേ അതിന്റെ കുറച്ചിൽ മിഥുൻ. ഇവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് സമാധാനായിട്ടിരിക്ക്. അതല്ല മഞ്ജരി, ഞാൻ മിഥുൻ പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. ആദ്യം ആന്റിയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാ കം. അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് ടാബ്ലറ്റ് കഴിക്കാൻ സമയമായി. മറന്നുപോയോ? ഇതാ കഴിച്ചോളൂ. മോളെ, അപ്പുറത്ത് എല്ലാരും കൂടെ എന്റെ മോളെ കുരുതി കൊടുക്കാനുള്ള കള ഒരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് നിനക്ക് എങ്ങനെയാ നിന്റെ ചുറ്റുമുള്ളവരുടെ നന്മയും ആവശ്യങ്ങളും നോക്കാൻ കഴിയുന്നേ? ആ മഹാദേവൻ എന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ച് നടക്കട്ടെ. വിധിയെ വെല്ലാൻ നമുക്കാവില്ലല്ലോ അച്ഛമ്മേ. വരുന്നത് വരുന്ന വഴിക്ക് സ്വീകരിക്കാം. നമ്മൾ ചുമ്മാ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തതുകൊണ്ടോ തല പുണ്ണാക്കി ആലോചിച്ചിരുന്നത് കൊണ്ടോ എന്തു പ്രയോജനം? അച്ഛൻ ആരോഗ്യം മോശമാവാതെ നോക്കണം. മേഘനടുത്തി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏട്ടത്തിയുടെ മനസ്സ് വേദനിക്കുന്നില്ലേ? ഈ നിശ്ചയം മുടക്കണമെന്നുള്ള മോഹമില്ലേ? മനസ്സിൽ എത്ര വലിയ വേദനയുണ്ടായാലും സഹിക്കാതെ നിവൃത്തിയില്ലല്ലോ. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോ നമ്മൾ മൗനം പാലിക്കുന്നതാണ് ഉചിതം. പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വിട്ടുകളയല്ലേ. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശമോ ധൈര്യമോ ഞങ്ങളുടെ മനസ്സിലില്ല. പക്ഷേ സ്വന്തം ജീവിതം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഏട്ടത്തിക്ക് ശ്രമിച്ചൂടെ? അമ്മ എപ്പോഴേ എന്റെ കാലുകൾ ചങ്ങലക്കിട്ട് കഴിഞ്ഞു. എന്റെ കൈകൾക്കും വിലങ്ങിട്ടിരിക്കുകയാണ്. ഇനി നടക്കുന്നതിനൊക്കെ സാക്ഷിയാവുകയല്ലാതെ അത് തടയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. നിശബ്ദമായി നിൽക്കുകയല്ലാതെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. ചേച്ചി, എനിക്കൊരു കാര്യം പറയണം. ഒന്ന് എന്റെ കൂടെ വരുമോ? എന്താ ചരു? ഒരു സ്വേച്ഛാധിപതിയെ പോലെ മഞ്ജരി പറയുന്നത് എനിക്ക് കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഈ ഫാമിലിയെ മുച്ചോട് നശിപ്പിച്ചേ അവൾ അടങ്ങൂ. അതിലൊരുമ്പിട്ട് ഇറങ്ങിയിരിക്കും അവള്. നമുക്ക് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ചേച്ചി, ഇപ്പോഴും സാഹചര്യം കൈവിട്ട് പോയിട്ടില്ല ചേച്ചി. അങ്ങനെ ഒരു അവസരം ചേച്ചിക്ക് വീണ്ടും തരാൻ വേണ്ടിയാവും ആ മഹാദേവൻ അരുണിമ ആന്റിയെ കൃത്യസമയത്ത് താഴെ വീഴ്ത്തിയതും ഈ കഥയിൽ ഒരു ഇടവേള വരുത്തിയതും. ഈ ഇടവേളയെങ്കിലും ചേച്ചി പ്രയോജനപ്പെടുത്ത്. മിഥുനേട്ടന്റെ മനസ്സിൽ ചേച്ചിയോടുള്ള സ്നേഹം തിരിച്ചറിയാൻ ഒരു അവസരം ഒരുക്കി കൊടുക്ക്. അതിനൊക്കെ ഈ സമയം പോരാ എന്റെ ചാരു. അസാധ്യാന്ന് വിചാരിച്ച എല്ലാം അസാധ്യാണ് ചേച്ചി. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ജീവിത ചേച്ചി. അതിനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഞാൻ അതിനുള്ള പരിശ്രമം നടത്തില്ലായിരുന്നോ? അങ്ങനെ യാതൊരു പഴുതും എന്റെ മുന്നിൽ അവശേഷിക്കുന്നില്ല. അമ്മയുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് എനിക്കൊന്നും പറയാനാവില്ല. അമ്മ വരച്ച വര കടന്ന് ആ തീരുമാനത്തെ എതിർക്കാനും കഴിയില്ല. എന്നാലും ചേച്ചി സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞാ പിന്നെ ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കല്യാണത്തിലേക്കുള്ള അവരുടെ ഈ യാത്ര തുടങ്ങിക്കഴിഞ്ഞാ ചേച്ചിയുടെ യാത്ര അവസാനിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ചേച്ചിക്ക് ചേച്ചിയുടെ സന്തോഷമായിരിക്കണം വലുത്. അതിനൊരു വഴി കണ്ടെത്ത്. എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല ചേച്ചി. ഇങ്ങനെ നിസ്സംഗത കാണിച്ചോണ്ട് ഒരു കാര്യവുമില്ല. ഇല്ല ചാരു, നീ ഏതൊക്കെ തരത്തിൽ എന്നെ ഉപദേശിക്കാനായി ശ്രമിച്ചാലും ഈ എൻഗേജ്മെന്റ് നടക്കണമെന്നാണ് വിധിയെങ്കിൽ അത് ഉറപ്പായി നടക്കും. എനിക്കിതിൽ ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാം ഇതോടെ വിട്ടേക്ക്. ചേച്ചി എന്താ ഒരു പ്രതികരണവും ഇല്ലാണ്ട് നിൽക്കുന്നേ? പ്രശ്നങ്ങളെ നേരിടാൻ കഴിവുള്ളവളും ഏത് കഷ്ടപ്പാടും കടന്നു പോവാൻ ധൈര്യമുള്ളവളാ എന്റെ ചേച്ചി. ഇപ്പൊ പെട്ടെന്ന് എന്തിനാ സാഹചര്യത്തിന് വഴങ്ങി കൊടുക്കുന്നേ? എതിർക്കാനുള്ള ശേഷി മൊത്തം എന്റെ ചേച്ചിയിൽ നിന്നും ചോർന്നു പോയിരിക്കുന്നു. ओम अपवित्र पवित्रो वा सर्वावस्था युतोऽपि वा यस्मरेत् पुण्डरीकाक्षं सभाभ्यान्तर शुचिः श्रीमन्महागणाधिपतये नमः। महालक्ष्मी देवताभ्यो नमो नमः।
വരനും വധവും മോതിരം മാറ്റാനുള്ള ചടങ്ങുകൾ ആരംഭിക്കാൻ പോവാ. രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുക. മിഥുൻ, മോൻ എന്തിനാ മടിച്ചു നിൽക്കുന്നേ? മോതിരിട്ട് കൊടുക്ക. ഓം ധ്രുവം തേ. ഒന്ന് നിർത്തിക്കേ. നീ വിവാഹമോചനത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ മനസ്സിപ്പോഴും നിന്റെ ഭർത്താവിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത 6 മാസം നീ നിന്റെ ഭർത്താവിനോടൊപ്പം കഴിയണം. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഈ പരട്ടത്തള്ള ജഡ്ജ് എന്തിനാ ഇപ്പൊ കയറി വന്നേ? മിഥുന്റെയും മേഘനയുടെയും വിവാഹമോചനം ഇതുവരെ നടന്നിട്ടില്ല. വിവാഹമോചനത്തിന് മുൻപ് മിഥുന് മറ്റൊരു പെൺകുട്ടിയുമായി നിശ്ചയം നടത്താൻ എങ്ങനെ ധൈര്യപ്പെട്ടു നിങ്ങൾ? ഇത് കോടതിയെ അപമാനിച്ച വലിയൊരു കുറ്റകൃത്യമാണ്. നിയമം കയ്യിലെടുത്തുകൊണ്ട് തോന്നിയ പോലെ അമ്മാനമാടാൻ ശ്രമിക്കുന്നു. കൃത്യസമയത്ത് ഈ പെൺകുട്ടി വന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഈ ഒത്തുകളി ഞങ്ങൾക്കറിയാൻ സാധിച്ചു. എടീ ചാരു, ഇതൊക്കെ നിന്റെ പണിയായിരുന്നു. ഒരു പൂച്ചയെ പോലെ കഴിഞ്ഞിരുന്നവള് ചേച്ചിയെ മറികടന്നിരിക്കുകയാണല്ലോ. നിന്നെ മുളയിലെ നുള്ളിക്കളഞ്ഞേ പറ്റൂ. നിങ്ങൾ ചെയ്ത ഈ കുറ്റം യാതൊരു തരത്തിലും ക്ഷമ അർഹിക്കുന്നില്ല. കോടതി വിധിയെ ധിക്കരിച്ചതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ കേസെടുക്കാൻ പോവാ. മാഡം, ദയവ് ചെയ്ത് കേസും കോടതിയും ഒന്നും വേണ്ട. ഇവിടെ ആരും ഒരു തെറ്റും ചെയ്യുന്നുമില്ല. ഇതെല്ലാവരുടെ അനുവാദത്തോടെ നടക്കുന്നത്. ഓഹോ, നിന്റെ ഭർത്താവിന്റെ നിശ്ചയം മറ്റൊരു പെൺകുട്ടിയുമായി നടത്തുന്നത് നിന്റെ അനുവാദത്തോടെ ആയിരുന്നോ? അല്ല മാഡം, മാഡം വിചാരിക്കുന്നത് പോലെ ഇത് എൻഗേജ്മെന്റിന്റെ ചടങ്ങുകളൊന്നും അല്ല. ഇതൊരു വീട്ടിൽ നടക്കുന്ന ചെറിയൊരു പൂജ മാത്ര. പിന്നെ മേഘനെ, സകല കാര്യങ്ങളും നിന്റെ അനുജത്തി എന്നോട് പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം നരകതുല്യമാക്കരുത് മോളെ. ചുറ്റുമുള്ളവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് ചെയ്യാൻ കൂട്ടുനിന്ന് ഇവിടെ നടക്കുന്ന വലിയൊരു കുറ്റകൃത്യത്തിന് നീയും പങ്കാളിയാവുകയാണ്. ആ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിന്റെ പേരിൽ ബലിയാടാവുന്നത് നീയും നിന്റെ ജീവിതവുമാണെന്ന് നീ തിരിച്ചറിയുന്നില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും ഇവരുടെ പേരിൽ കേസെടുക്കാതെ വേറെ നിവർത്തിയില്ല. പ്ലീസ് മാഡം, ഇപ്പൊ തന്നെ ഈ കുടുംബം പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയെന്നും പറഞ്ഞ് പലവട്ടം കയറി ഇറങ്ങി ആകെ നാണം കേട്ട അവസ്ഥയിലാണ്. വീണ്ടും അങ്ങനെ ഒരു അവസ്ഥ ഈ കുടുംബത്തിന് ഉണ്ടാക്കരുത് മാഡം. ദയവ് ഇത് കേസൊന്നും എടുക്കരുത് മാഡം. ഇതെന്ത് കഷ്ടമാണെന്ന് നോക്ക്. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ ഞങ്ങളെ കോടതി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? ശരി, നീ പറഞ്ഞ പോലെ നടക്കട്ടെ. മേഘനെ, നിന്റെ പക്കലുള്ള ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വരൂ. ഇപ്പൊ കൊണ്ടുവരാം മാഡം. ആ, പിന്നെ മിഥുൻ നന്ദൻ, നിങ്ങളും പോയി ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വരൂ. ഓക്കെ മാം.
ഇതെന്താ രണ്ടുപേരും 2 റൂമിൽ നിന്ന് ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വരുന്നേ? വാട്ട് ഈസ് ദിസ്? ഇത് ശരിയല്ല. 6 മാസം വരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കണമെങ്കിൽ ഒരു വീട്ടിൽ 2 റൂമിലൊന്നും കഴിയാൻ പറ്റില്ല. ഒരേ റൂമിൽ ഒരേ കിടക്ക പങ്കിട്ട് വേണം കഴിയാൻ. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. ഒരിക്കൽ കൂടി കോടതി വിധിയെ നിങ്ങൾ ധിക്കരിച്ചിരിക്കുകയാണെന്നാണ് ഇവിടെ തെളിയുന്നത്. മോളെ മേഘനെ, ഇന്ന് മുതൽ നീ മിഥുന്റെ റൂമിൽ വേണം കഴിയാൻ. അതല്ലാത്ത പക്ഷം കോടതി വിധിയെ നിങ്ങളും ധിക്കരിച്ചതായി കരുതേണ്ടി വരും. ശരി മാഡം. പിന്നെ നിന്റെ ചേച്ചിയുടെ ലഗേജസ് ഏട്ടന്റെ റൂമിൽ കൊണ്ടുവെക്ക്. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഞാൻ എൻക്വയറിക്ക് വരുമ്പോ വെവ്വേറെ റൂമിലാണെന്നെങ്ങാനും കണ്ട നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്നേക്കുമായി ഞാൻ റദ്ദ് ചെയ്യും. അത് ഓർമ്മയിരിക്കട്ടെ. അറിയാലോ, ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്തിന് ശേഷവും നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ലെന്ന് തോന്നിയാലോ, ഭാര്യ ഭർത്തൃബന്ധം ഒരു ഭാരമായി അനുഭവപ്പെട്ടാലോ, അപ്പം നിങ്ങളുടെ ഡിവോഴ്സിനൊരു തീർപ്പുണ്ടാവും. ആ സമയം വരെ നിങ്ങൾ രണ്ടാളും ഒരു റൂമിൽ തന്നെ കഴിയണം. പിന്നെ മേഘനെ, ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ കൂടെ അങ്ങോട്ട് വന്നേ. ഒടുക്കത്തെ അതിസാമർത്ഥ്യമാണല്ലോ ഈ ചാരുമതി കാണിച്ചത്. ഒറ്റയടിക്ക് എത്ര വലിയ സീൻ അവള് ക്രിയേറ്റ് ചെയ്തേ. അവളുടെ ചേച്ചിക്ക് വേണ്ടി ബുദ്ധിപരമായ കരുക്കൾ നീക്കി എന്റെ എൻഗേജ്മെന്റ് മുടക്കി അവളുടെ ആണി വരെ ഞാൻ ഇളക്കും. പറഞ്ഞോളൂ മാഡം. അതെ മേഘനെ, ഈ ജീവിതം എന്ന് പറയുന്നത് 1000 പേജുള്ളൊരു പുസ്തകം പോലെ. കാണുമ്പോ ഒത്തിരി വലിയ പുസ്തകമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഓരോ പേജായിട്ട് വായിച്ചു പോകുമ്പോ നമ്മൾ പോലും അറിയാതെ അത്ര പെട്ടെന്നങ്ങ് തീർന്നു പോവും. അപ്പോഴാണ് തോന്നുക പുസ്തകം ഇത്രയ്ക്ക് ചെറുതായിരുന്നു എന്ന്. ജീവിതം അതുപോലെ മോളെ. നമ്മൾ വിചാരിക്കുന്നത്ര വലുതൊന്നും അല്ലത്, വളരെ ചെറുതാ. അത് മനസ്സിലാക്ക. അതിലുള്ളത് നമ്മുടെ മനസ്സിന് സംതൃപ്തി തരുന്നതാണെങ്കിൽ അത് വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടും. അതുപോലെ ജീവിതത്തിന്റെ അന്ത്യത്തിലെത്തി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ മനോഹരമായൊരു ജീവിതം അവിടെ ഉണ്ടാവണം. അർത്ഥശൂന്യമായതാവരുത്. നീ എപ്പോഴും നിന്റെ ചുറ്റുമുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് സ്വന്തം ജീവിതം നരകമാക്കിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്ന തത്രപ്പാടിനിടയ്ക്ക് സ്വയം ജീവിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മനസ്സിൽ നന്മയൊക്കെ ഉണ്ടാവണം എന്ന് കരുതി അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നത്ര നിസ്വാർത്ഥമാകരുത്. നിന്റെ ഓരോ പരിശ്രമവും നിന്റെ ഭർത്താവിനെ നിനക്കൊപ്പം നിർത്തുന്ന തരത്തിലാവണം. നിന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ ഭർത്താവ് മറ്റൊരാളുമായി എൻഗേജ്മെന്റ് നടത്തുമ്പോ അതെങ്ങനെ നിനക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞു? പോട്ടേന്ന് കരുതി വിട്ടുകളഞ്ഞതാണോ? എങ്കിലത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. ബന്ധങ്ങളെ അത്ര നിസ്സാരമായി കൈവിട്ട് കളയരുത്. ഭർത്താവുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ മരണവുമായി മല്ലടിച്ച സ്ത്രീകളുണ്ട്. അത് നിനക്കറിയോ? ഒരിക്കലും ആർക്കും അവനെ വിട്ടുകൊടുക്കരുത്. അത് മനസ്സിലിരിക്കട്ടെ. ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. മിഥുന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ നല്ലവനൊക്കെയാ, ബന്ധങ്ങൾക്ക് വില നൽകുന്നവൻ. പക്ഷെ എന്ത് ചെയ്യാനാ, അയാളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ അയാളെ നിന്നിലേക്ക് അടുക്കാൻ അനുവദിക്കുന്നില്ല. അറിയാം മാഡം. മാഡത്തിന്റെ ഉപദേശം എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും. പറഞ്ഞാൽ മാത്രം പോരാ. ഇനി നിനക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാ ഇങ്ങനെ നിസ്സംഗത കാണിക്കാതെ ധൈര്യമായിട്ട് പോരാടാൻ ശ്രമിക്കണം. ഒന്നും കൈവിട്ടു പോകാൻ സമ്മതിക്കരുത്. ആയിക്കോട്ടെ മാഡം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മാഡം പറഞ്ഞതെല്ലാം ശരിയാണ്. ബന്ധങ്ങൾ കൈവിട്ടു പോകാൻ അനുവദിക്കരുത്.
പക്ഷെ ആ ബന്ധം മറ്റൊരു വ്യക്തിയെ കൊതിക്കുമ്പോ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും കടിച്ചു തൂങ്ങി നിൽക്കാനാവില്ല. പോരാട്ടം അർത്ഥശൂന്യമാണെന്ന് തോന്നും. എന്റെ ഭർത്താവിനെ ജാതകദോഷത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് വിവാഹമോചനം എന്നൊരു നാടകം കളിച്ച് വീണ്ടും ഞാൻ ഈ വീട്ടിലേക്ക് എത്തിയത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിനെ എന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയൊന്നുമല്ല. നോക്കട്ടെ, ആ ദൈവം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. കാലത്തിന്റെ പോക്കിൽ അത് തന്നെ തെളിഞ്ഞു വരട്ടെ. ചാരുമതി അവിടെ നിന്നെ. നിന്റെ അതിസാമർത്ഥ്യം കൊള്ളാലോ. ജഡ്ജിനെ വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടു നിർത്തിയേക്കുന്നോ? ആ പാരട്ട തള്ളേ ചെന്ന് വിളിച്ചോണ്ട് വന്ന് ഈ കുടുംബത്തെ നാണം കെടുത്തിട്ട് എന്താ നിനക്ക് നേടാൻ സാധിച്ചത്? എല്ലാരും കൂടെ ഗൂഢാലോചന നടത്തിയിട്ട് എന്റെ ചേച്ചിയല്ലേ ചതിക്കാൻ നോക്കിയത്. ജഡ്ജിന്റെ മുമ്പിൽ അനങ്ങാത്ത നാവിന് ഇപ്പൊ ഇവിടുന്ന ബലം വെച്ചത്? എന്റെ മേഘന ചേച്ചിയുടെ കഴുത്തി താലി കെട്ടി നിങ്ങളുടെ മോൻ റിഹേഴ്സൽ നോക്കായിരുന്നോ? റിഹേഴ്സൽ ഓക്കെ ആയതും പുതിയവളുമായി വേദി കയറുന്നോ? ചെയ്യുന്നതൊക്കെ ശരിയായിരുന്നെങ്കിൽ ഇവിടെ ജഡ്ജോ പോലീസോ വരില്ലായിരുന്നല്ലോ. എന്നോട് അധിക പ്രസംഗം പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടാൻ നിനക്കാരെ അവകാശം തന്നെ? ഏത് വകുപ്പിലാ നീ നന്ദൻ കുടുംബത്തെ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നേ? രാവണ കോട്ട പോലെ ഒരു കൊട്ടാരം കെട്ടി വെച്ചതുകൊണ്ട് മാത്രം എല്ലാം ആയില്ലല്ലോ ആന്റി. മനോഹരമായൊരു വീടുണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം? അവിടെ ജീവിക്കാൻ വന്ന പെണ്ണിനെ കൊലയ്ക്ക് കൊടുക്കല്ലേ? എന്റെ ചേച്ചി ഉള്ളപ്പോ മിഥുനേട്ടനെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നത് എവിടുത്തെ മര്യാദയാണെന്ന് പറഞ്ഞേ? എടി ചാരുമതി, നിന്നെ പോലെ ഒരുത്തിക്ക് ഈ വീടിന്റെ പടി ചവിട്ടാനുള്ള യോഗ്യതയുണ്ടോടി? വന്നേക്കുന്നു അവള് ഞങ്ങളുടെ കുടുംബകാര്യത്തെ കൈകടത്തി വേണ്ടാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ. ഞങ്ങളുടെ വീടെന്ന് നീ ഏത് വകുപ്പിലാ മഞ്ജരി പറയുന്നേ? ഈ വീടുമായി പുലബന്ധം പോലും ഇല്ലാത്ത നിനക്ക് നാണമല്ലല്ലോ. ചാരു പ്ലീസ്, വേണ്ടാത്ത വഴക്കുകൾ ഉണ്ടാക്കി ചീത്തപ്പേര് വാങ്ങി വെച്ചാ നാളെ നമ്മുടെ കല്യാണം എന്താവും? ഈ വീട്ടുകാരായിട്ട് നിനക്ക് യാതൊരു രക്തബന്ധവും ഇല്ല. മിഥുനേട്ടൻ താലി കെട്ടിയ ഭാര്യയും അല്ല നീ. അങ്ങനെയുള്ള നിനക്ക് എന്ത് ബന്ധമാണാവോ ഈ വീടുമായിട്ട്? ഒരു ബന്ധമില്ലാത്ത ഒരു സാധാരണ വഴിപോക്ക. ഈ വീട്ടിലെ അന്തരംഗ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുള്ള അധികാരം നിനക്കാണില്ലാത്തത്. ആന്റി ഇത് കേട്ടോ? എന്തൊക്കെയാ അവള് വിളിച്ചു പറയുന്നേ? ഇവക്കും ഇവളുടെ ചേച്ചിക്ക് ഒരേ സ്വഭാവ. എന്ത് കണ്ടിട്ടാണ് അവ രണ്ടെണ്ണം കൂടി അഹങ്കരിക്കുന്നത്? വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം മഞ്ജരി. എന്റെ ചേച്ചി ഈ വീട്ടിലെ മരുമകളായതുകൊണ്ട് തന്നെ ഈ കുടുംബകാര്യങ്ങളിൽ സംസാരിക്കാനുള്ള എല്ലാ അധികാരവും എനിക്കുണ്ട്. പക്ഷെ നീ ഏത് രഹസ്യ ബന്ധത്തിന്റെ പേരിലാ ഇവിടെ കിടന്ന് ഞെളിയുന്നേ? എന്റെ ചേച്ചിയുടെ പേര് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവള്. ചാരു മതി, നിർത്തുന്നുണ്ടോ? ഇത്രയും കാലം ഈ വീട്ടിൽ മേഘന കാരണം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ? പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നീയും പുതിയ വഴി ഒരുക്കുകയാണോ? ഇവിടെയുള്ളവരുടെ ചരിത്രം അന്വേഷിക്കാൻ നിന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നോക്കാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനും എന്റെ ഡാഡ് മോമു ഇവിടെയുണ്ട്. കൊള്ളാം, മിടുക്കൻ തന്നെ. സമ്മതിച്ചു വന്നിരിക്കുന്നു.
ഒരു ഡിവോഴ്സ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് മറ്റൊരു പെണ്ണുമായിട്ട് നിങ്ങളുടെ കല്യാണ നിശ്ചയം എവിടെ നടത്തുന്നത്? എന്തിനാ നടത്തുന്നതെന്ന് വാ തുറന്ന് ചോദിക്കാൻ പോലും കഴിവില്ല. നിങ്ങൾ എന്റെ ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത താലിക്ക് വല്ല വിലയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ നിശ്ചയം വേണ്ടെന്ന് പറയാനുള്ള ആണത്തെങ്കിലും നിങ്ങൾ കാണിച്ചേനെ.